അതുവരെ നമ്മൾ കേട്ടിട്ടുള്ള മാപ്പിള പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ട്യൂണുമായിട്ടാണ്, അല്ലെങ്കിൽ അതിന് സിനിമാ പാട്ടുകൾ പോലെ തന്നെ ഓർക്കസ്ട്രൈസേഷനൊക്കെ ആയിട്ടാണ് ശ്രീ പീർ മുഹമ്മദിൻ്റെ പാട്ടുകൾ വന്നിട്ടുള്ളത് അല്ലേ? നമ്മൾ പീർ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു മാപ്പിളപ്പാട്ടുകാരൻ, പുതിയൊരു മാപ്പിളപ്പാട്ടുകാരനെ പരിചയപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാസറ്റുകൾ കേൾക്കുമ്പോൾ അതുവരെ നമ്മൾ കേട്ടിരുന്ന ഒരു ട്യൂണുകളല്ല. അതെങ്ങനെ വന്നു? മുഹമ്മദ് എങ്ങനെയാണ് ആ പുതിയൊരു രീതിയിലുള്ള പാട്ടുകൾ കൊണ്ടുവന്നത്? ഞാൻ കുട്ടിക്കാലത്ത് ഒരു 58 ഗ്രാംഫോൺ റെക്കോർഡ് പാടി, 58. അതിനുശേഷം പിന്നെ TC ഉമ്മർക്കായിരുന്നു മ്യൂസിക് ചെയ്തായിരുന്നു. അതപ്പോൾ ഈ പഴമയുള്ള മാപ്പിള പാട്ടുകളുടെ ആ രീതി തന്നെ സ്വീകരിക്കായിരുന്നു, അതോ പുതിയ ട്യൂൺ ചെയ്യായിരുന്നു? ഇല്ല, പുതിയ ട്യൂൺ ചെയ്യായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിൽ പഠിച്ചതിന് ശേഷം പിന്നെ വീണ്ടും അഴകേറുന്നോളെ ആ പാട്ട്, അതാണ് പീർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഗായകനെ നമ്മൾ കേൾക്കുന്നത് ഈ അഴകേറുന്നോളെ എന്നുള്ള പാട്ടിലൂടെയാണ്. അതിൻ്റെ സംഗീതം ചെയ്തതാരായിരുന്നു? AT ഉമ്മർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ചെയ്ത്, ഈണം ഞാൻ ചെയ്ത്. പിന്നെ അതിൻ്റെ വരികൾ ആരെഴുതി? OV അബ്ദുള്ള സാറ്. ശരി, നമുക്ക് ആ പാട്ടൊന്ന് പാടി കേൾക്കാം. നമുക്ക് തന്നെ പാടി കേൾക്കാനൊരാഗ്രഹമുണ്ട്. അഴകേറുന്നോളിവ കാഞ്ചനമാല്യം ചൂടിക്കാൻ സുന്ദരരൂപന മഹമൂദിന്നിവിടെ നിൽപ്പുണ്ടേ. നീലക്കടലിൻ്റെ അലയടി നാദം ഉയരുമ്പോൾ നീലക്കിളിയുടെ കളകളരവം കേൾക്കുമ്പോൾ. ഈ മോയിൻകുട്ടി വൈദ്യർ പോലുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുള്ള പാട്ടുകൾ പോരാ, നമുക്ക് പുതിയ രചനകൾ ഉണ്ടാക്കി പുതിയ സംഗീതം ചെയ്ത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നാൻ എന്താണ് പ്രധാന കാരണം? ഞാൻ പ്രത്യേകമായിട്ട് ഒരു രീതി കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ ആ കാലത്ത് നല്ലൊരു ഉളരിയുടെ ലം ലം എന്നുള്ള ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഈണം വെച്ചിട്ട് ചെയ്താണ്. ഓക്കെ. അല്ല, അന്ന് അതിന് പക്ഷേ ഒരു ഓർക്കസ്ട്രൈസേഷൻ ഒന്നും അന്ന് മാപ്പിളപ്പാട്ടുകൾക്ക് ഇല്ല അല്ലേ? പക്ഷെ അന്ന് അത് പുതിയൊരു അതിന് നല്ല അക്സെപ്റ്റൻസ് അല്ലേ കിട്ടിയത് ആളുകളിൽ നിന്നല്ലേ? 1 ലക്ഷം കാസറ്റോളം റെക്കോർഡ്, ഗ്രാംഫോൺ റെക്കോർഡ് അന്ന് വിറ്റുപോയിട്ടുണ്ട്. പിന്നീട് മമ്മൂക്കയുടെ ഒരുപാട് പാട്ടുകൾ അങ്ങനെ അല്ലേ വന്നു, പല കഥകളെ ബേസ് ചെയ്തിട്ട് ബദറുൽ മുനീർ, ഹുസൈൻ ജമാലും, ലൈല മജ്നു, അങ്ങനെ കഥകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാസറ്റുകളും വന്നു. മുസ്ലിം ഒക്കെ ഈ അതുവരെയുള്ള മാപ്പിളപ്പാട്ടുകൾ ഫോളോ ചെയ്തിട്ടുള്ള അല്ലേ, നേരത്തെ എഴുതി വെക്കപ്പെട്ടുള്ള പാട്ടുകൾക്ക് ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ടാക്കി തന്ന ആളാണ്. ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു എങ്ങനെയാണ് ഈ മാപ്പിളപ്പാട്ടിൻ്റെ ഫീൽഡിലേക്ക് വന്നത്? നേരത്തെ കുട്ടിക്കാലത്ത് മാപ്പിളപ്പാട്ട് പാടി നടക്കുന്നൊരു സ്വഭാവമൊന്നുമല്ലേ എനിക്ക്. നമ്മളെ എരഞ്ഞോളി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ മറ്റുള്ള നാടകഗാനങ്ങൾ, എൻ്റെ ആ ചെറുപ്രായത്തിലുള്ള നാടകഗാനങ്ങളാണ് അധികം ഉണ്ടായി. അപ്പം ഈ ഉണ്ടല്ലോ രാഘവ മാഷെ മറ്റേ കായലരികത്ത് വലയെറിഞ്ഞു, അതോടുകൂടിയാണ് മാപ്പിളപ്പാട്ടിന് എല്ലാവരും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുന്നൊരു സമയം അതാ. അപ്പോൾ അതിൽ മുന്നേ ആ സമയത്ത് തന്നെ SM കോയക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പാട്ടുകാരൻ, മാപ്പിളപ്പാട്ടിൽ അന്നും ഇന്നും ഇനിയൊന്നും ആ പാട്ടുകാരനെ മറികടക്കാനോ ആ പാട്ടുകാരനെ വെമ്പാനോ ഒരു പാട്ടുകാരൻ ഇനി ഉണ്ടാവില്ല എന്നുള്ളത് സത്യം. അത്രയും ഒറിജിനാലിറ്റി ഉള്ള ഒരു മാപ്പിളപ്പാട്ടുകാരൻ. അയാൾ ധാരാളം ഏറ്റവും കൂടുതൽ ഗ്രാമഫോൺ റെക്കോർഡ് ആ സമയത്ത് ഇറങ്ങുന്ന മാപ്പിളപ്പാട്ട്, മൂപ്പര പാട്ട് പലതും കേട്ടിട്ടാണ്. SM കോയക്കൻ്റെ പാട്ട് ഒന്ന് ഞങ്ങൾക്ക് ഏറ്റുപാടുന്ന പാട്ട് അരിമുല്ലപ്പൂ മണം നല്ലോളേ അഴകിലേറ്റം ഗുണമുള്ളോളേ, ഇത്തരം പാട്ടുകൾ. പിന്നെ ആരംഭം തുളുമ്പും ചെങ്കതിർ മുഖം മാറും കണ്ട്, അതെല്ലാം SM കോയക്കൻ്റെ പാട്ടാണ്. ഈ തരം പാട്ടുകൾ കേട്ടാണ്ട് മാപ്പിളപ്പാട്ടിലേക്ക് അപ്പം ഞാൻ അതിനുശേഷം ഈ റേഡിയോ സ്റ്റേഷനിൽ ഓഡിയേഷൻ പാസ്സായി. അപ്പം ഭക്തിഗാനങ്ങൾ, അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പാടിയതും ഈ ഭക്തിഗാനങ്ങളാണ്. വെള്ളിയാഴ്ച രാവിലെ 8:35 വെക്കുന്ന ആ ഭക്തിഗാനങ്ങളാണ് കൂടുതലും ഞാൻ പാടിയിട്ടുള്ളത്. അന്നുണ്ടായ ഈ ഭക്തിഗാനങ്ങളും പാടുന്ന അധികം പാട്ടുകാരും ഒരു ഹിന്ദി പാട്ട്, പിന്നെ ഇങ്ങനെ കണ്ട പാട്ടിൻ്റെ ട്യൂണിൽ സൈക്കിളിൻ്റെ എല്ലാം പാട്ട് പറഞ്ഞത് കോഴിക്കോട് അബ്ദുൽ ഖാദർക്ക, ഇങ്ങനെ കണ്ട ആളുകളാണ് അധികവും ഈ ഭക്തിഗാനങ്ങൾ പറഞ്ഞത്. ആ സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ചാന്ത് ഭാഷയും നമ്മളൊരു കൂട്ടായിട്ട് അതിനൊരു പുതിയ ഭക്തിഗാനം എല്ലാ ആൾക്കാരും കേൾക്കുന്ന തരത്തിലുള്ള ഒരു ലൈറ്റ് മ്യൂസിക് ആയിട്ടുള്ള അതിൽ പാടിയത്
മക്കത്തൂതിത്തോളീവേ റസൂലുള്ള ആദിയോൻ തന്നോളീവേ മണ്ണിൻ മുഖത്തേളീവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളീവേ. ഇത്തരം പാട്ടുകൾ. പിന്നെ ആകാശഭൂമി കധിപതിയായ അള്ളാഹുവിൻ്റെ കുതിരത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊൻ മോനെ അറുക്കാൻ. ഇത്തരം പാട്ടുകൾ അവിടെ അങ്ങനെ വേറെ രീതിയിൽ ട്യൂൺ ചെയ്ത് അതിനുവേണ്ടി തന്നെ ചിട്ടപ്പെടുത്തി ഇതിനകത്ത് തന്നെ ചിട്ടപ്പെടുത്തി. അത് നമ്മളെ ഈ മരണപ്പെട്ടു പോയി ചാന്ത് പാഷക്ക് വലിയ പങ്കുണ്ട്. PT അബ്ദുറഹ്മാൻ്റെ രചനകളും പിന്നെ അതുപോലെ നല്ല നല്ല പാട്ട് എഴുത്തുകാരുണ്ട് അന്ന്. ഇന്നത്തെ ഈ കാലത്തിനകത്ത് പാട്ട് എഴുത്തുകാരില്ല. പക്ഷേ എഴുത്തുകാർ ജീവിക്കുന്നുണ്ട്. ആ പാട്ട് അവർക്കും ഒരവസ്ഥയിൽ. അപ്പം നല്ല പാട്ട് എഴുതുന്ന ആളുണ്ടായിരുന്നു. ആ പാട്ടിന് കണക്കായിട്ട് സംഗീതം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമുക്കെല്ലാം കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു അവസരം ഭാഗ്യം എന്ന് പറയുന്നത് അല്ലേ? ആ കാലഘട്ടത്തിൽ ജനിക്കാനും അങ്ങനത്തെ പാട്ടുകൾ പാടാനും പറ്റി എന്നുള്ള